തുടരുകയാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. ശിക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം തുടങ്ങിയിട്ടുണ്ട്. അതിന് ഏറ്റവും പുതിയ ചില വിശദാംശങ്ങൾ വരികയാണ്. ശിക്ഷയിൽ വാദം ആരംഭിക്കുമ്പോൾ കോടതിയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കോടതി എന്നതടക്കം ചില കാര്യങ്ങൾ വരുന്നു. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജീഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവർക്കാണ് ശിക്ഷ വിധിക്കുന്നത്. വിപിൻ സി വിജയനൊപ്പം തന്നെ നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി വിപിനിലേക്കാണ്. ആദ്യം വിപിൻ, കോടതി ഒരു മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിലേക്ക് വന്നു. തുടക്കത്തിൽ തന്നെ എന്താണ് ഉണ്ടായത്? അനുജ, ഇപ്പോൾ 11:30 ഈ കേസിന്റെ വാദം, അതായത് ശിക്ഷാവിധിയിലുള്ള വാദം കോടതി ആരംഭിച്ചിരിക്കുന്നു. ആദ്യം ലിസ്റ്റിലുള്ള കേസുകൾ പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ ശിക്ഷാവിധിയിലുള്ള വാദം ആരംഭിച്ചിരിക്കുന്നത്. കോടതി ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ പ്രതികളുടെ അഭിഭാഷകൻ ഇപ്പോൾ ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ ഭാഗം പറയുകയാണ്. അതായത് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പറയുകയാണ്. ആദ്യം പൾസർ സുനിയുടെ പ്രതികളോട് ഇപ്പോൾ ഈ കോടതി കാര്യങ്ങൾ ചോദിക്കുകയാണ്. പൾസർ സുനി പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് പൾസർ സുനി പറഞ്ഞിരിക്കുന്നത്. അതായത് പരമാവധി ശിക്ഷ കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പൾസർ സുനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമ്മ മാത്രമേ തനിക്ക് വീട്ടിലുള്ളൂ, അപ്പോൾ അമ്മയെ സഹായിക്കണം എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 10:50 തന്നെ വിയൂർ ജയിലിൽ നിന്ന് ഈ 6 പ്രതികളെയും വിചാരണ കോടതി വളപ്പിലേക്ക് എത്തിച്ചിരുന്നു. അങ്ങനെ വിചാരണ കോടതിയിലേക്ക് എത്തിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ പ്രതികളെ എല്ലാം തന്നെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുകയും അവർ ചെയ്തിട്ടുള്ള കുറ്റം, അതിനുള്ള ശിക്ഷ ഇത് പറയുക എന്നുള്ളതാണ്. ഇത് അറിയിച്ചതിന് ശേഷം അവർക്ക് പറയാനുള്ള, അതായത് അവരുടെ ജീവിത സാഹചര്യം, പ്രായം, ഇതൊക്കെ പരിഗണിക്കണം, അവർക്ക് ശിക്ഷയിൽ ഇളവ് വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരമാണ്. അതിപ്പോൾ കോടതി ഓരോ ആളുകളോടായി ചോദിക്കുകയാണ്, വക്കീൽ മുഖേന അതൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം ഈ ശിക്ഷയിൽ എത്രത്തോളം ഇളവ് വേണം എന്നുള്ളത് ഈ പ്രതികളുടെ അഭിഭാഷകർ പറയും. തുടർന്നായിരിക്കും പ്രോസിക്യൂഷൻ ഈ കേസിന്റെ ഗൗരവവും അതിൽ പരമാവധി ശിക്ഷ നൽകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷന് പറയാനുള്ള അവസരം. ഈ 2 ശിക്ഷാവിധിയിൽ ഈ 2 വാദങ്ങളും കേട്ട ശേഷമായിരിക്കും ഈ ശിക്ഷ വിധിക്കുക. ഒരു പക്ഷേ അത് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ ആകാനുള്ള ഒരു സാധ്യതയാണ്. ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അത് ആ വിധിയുടെ പകർപ്പ് പുറത്തു വരും. ഈ പകർപ്പ് പുറത്തു വന്നാലായിരിക്കാം ഇപ്പോൾ വെറുതെ വിട്ടിട്ടുള്ള ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ എന്തുകൊണ്ട് വെറുതെ വിട്ടു, ഇതിൽ എന്തുകൊണ്ട് ഒരു ഗൂഢാലോചന കുറ്റം തെളിയാതെ പോയി, എവിടെയാണ് അതിൽ പ്രോസിക്യൂഷന് ഒരു വീഴ്ച സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അപ്പോൾ കോടതിയിൽ ഇപ്പോഴും അതിന്റെ വാദങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ പൾസർ സുനി പറയുന്നത് കോടതി കേൾക്കുകയാണ്, താൻ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല തുടങ്ങിയിട്ടുള്ളത്. 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പറയുന്നു, മുൻപ് ഒരു കേസിലും താൻ പ്രതിയായിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ 5.5 വർഷം താൻ ജയിലിൽ കടന്നുവെന്ന് 2ാമത്തെ പ്രതിയായിട്ടുള്ള മാർട്ടിൻ പറയുന്നു. ഈ നടിയെ അവരുടെ വീട്ടിൽ നിന്ന് ലാൽ സ്റ്റുഡിയോയ്ക്ക് എന്ന പേരിൽ കൊണ്ടുവരുന്നത് മാർട്ടിനാണ്. ആ സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് മാർട്ടിനാണ്. ആ മാർട്ടിൻ ഇപ്പോൾ അത് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലായിരുന്നു. അതിൽ ഈ 6 പേർ ചേർന്നൊരു ഗൂഢാലോചന നടത്തി കൂട്ടബലാത്സംഗം ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കോടതി ഈ ശിക്ഷയിൽ കണ്ടെത്തിയത്. അതാണ് അതിൽ വളരെ പ്രധാനം. വിപിൻ, ജഡ്ജി അങ്ങേയറ്റം രൂക്ഷമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്നു. അതായത് ജഡ്ജിന്റെ ഭൂതവും ഭാവിയും തിരയരുത്, കൃത്യമായ വിവരങ്ങൾ നൽകുക, പല ഘട്ടങ്ങളിലും പലതും നൽകുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ തരത്തിലേക്കൊരു മുന്നറിയിപ്പോടെയാണോ നടപടികൾക്ക് തുടക്കമായത്? അതെ, അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ആ കാര്യങ്ങളിൽ വരികയാണ്. അതായത് ജഡ്ജിന്റെ ഭൂതവും ഭാവിയും തിരയരുത് എന്ന് പറയുമ്പോൾ ഈ കേസിന്റെ ഒരു വിചാരണ കാലഘട്ടം എന്ന് പറയുന്നത് 7.5 വർഷമാണ്. ഈ 7.5 വർഷത്തിന്റെ ഇടയിൽ പല ഘട്ടങ്ങളിലും പലതും നൽകി എന്നൊക്കെ കോടതി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും മറ്റ് സമൂഹത്തിലായാലും വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം ഈ ജഡ്ജ് ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു പക്ഷേ അതുകൂടി കണ്ടുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ ജഡ്ജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതൊരു ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിചാരണ തന്നെ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഈ ജഡ്ജിനെ സംബന്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതുകൂടി കൂട്ടി വായിച്ചുകൊണ്ടായിരിക്കാം അത്തരമൊരു തീരുമാനം ഉണ്ടാവുക. ഇപ്പോഴും പ്രതികളിൽ വാദം തുടരുകയാണ്. അതിൽ 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ഇപ്പോൾ പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണെന്നും തന്നെ മോചിതനാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. പൾസർ സുനി താൻ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ 2 പ്രതികളുടെ വാദം മാത്രമാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് 2 പ്രതികളുടെ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പൊട്ടിക്കരഞ്ഞു എന്നുള്ള
വിവരം ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തു വരികയാണ്. ഒപ്പം തന്നെ മാർട്ടിൻ പറയുന്നത് വീട്ടിൽ ജോലിക്ക് പോകാൻ താൻ മാത്രമേ ഉള്ളൂ, അതായത് കുടുംബത്തിന്റെ അത്താണിയാണ്, കുടുംബം നോക്കാൻ മറ്റാരുമില്ല, 5.5 വർഷം ശിക്ഷ ചെയ്തു, ചെയ്യാത്ത തെറ്റിനാണ് ശിക്ഷ അനുഭവിച്ചത് എന്നുള്ളത് ഈ ശിക്ഷാവിധിയിലെ വാദത്തിൽ 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണി ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഈ കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷയിലുള്ള വാദം കോടതിയിൽ ഇപ്പോൾ നടന്നു വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.